Hi all, excretory products and their elimination എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ. അതായത് അനിമൽസിൽ നൈട്രോജനസ് വേസ്റ്റ് ഏത് ഫോമിലാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, പുറത്ത് കളയുന്നത് എന്നതിനെ ബേസ് ചെയ്ത് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ മെത്തേഡ്സ്. ഓക്കെ, 3 ടൈപ്പ് എക്സ്ക്രീഷൻ മെത്തേഡ്സ് ഉണ്ട്: എമോണോടെലിസം, യൂറിയോടെലിസം ആൻഡ് യൂറിക്കോടെലിസം. First one, ammonotelism. Excretion of ammonia. Ammonia excrete ചെയ്യുന്ന പ്രോസസ് ആണ് ammonotelism. Ammonia is highly toxic and water soluble. More water is required for its elimination. So it is an adaptation seen in aquatic animals. Ammonia highly toxic ആണ്, അതേപോലെ വാട്ടർ soluble ആണ്. So ammonia excrete ചെയ്യാൻ വേണ്ടി ഒരുപാട് വാട്ടർ ആവശ്യമുണ്ട്. സോ അമോണോടെലിസം കാണുന്നത് എക്വാട്ടിക് ഓർഗാനിസംസിലാണ്. കാരണം എക്വാട്ടിക് ഓർഗാനിസംസ് വാട്ടർ കൂടുതലുള്ള പ്ലേസിലാണല്ലോ താമസിക്കുന്നത്. സോ ദേ ഹാവ് ദിസ് അഡാപ്റ്റേഷൻ ഓഫ് എമോണോടെലിസം. എക്സാമ്പിൾ ബോണി ഫിഷേഴ്സ്, എക്വാട്ടിക് ആംഫിബിയൻസ്, എക്വാട്ടിക് ഇൻസെക്ട്സ്, ഇങ്ങനെയുള്ള ഓർഗാനിസംസിലൊക്കെ കാണുന്നത് എമോണോടെലിസമാണ്. ദാറ്റ് ഈസ് എക്സ്ക്രീഷൻ ഓഫ് അമോണിയ ഈസ് കോൾഡ് അമോണോടെലിസം. സച്ച് ഓർഗാനിസംസ് ആർ കോൾഡ് അമോണോടെലിക് ഓർഗാനിസംസ്. അമോണിയയുടെ രൂപത്തിൽ നൈട്രോജനസ് വേസ്റ്റസിനെ എലിമിനേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് അമോണോടെലിസം. അമോണോടെലിസം പെർഫോം ചെയ്യുന്ന ഓർഗാനിസംസിന് അമോണോടെലിക് ഓർഗാനിസംസ് എന്ന് പറയും. സെക്കൻഡ് ടൈപ്പ് ഈസ് യൂറിയോടെലിസം, എക്സ്ക്രീഷൻ ഓഫ് യൂറിയ. യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് യൂറിയോടെലിസം. അമോണിയ ഈസ് കൺവേർട്ടഡ് ടു യൂറിയ ആൻഡ് യൂറിയ ഈസ് എലിമിനേറ്റഡ്. യൂറിയ ഈസ് ലെസ് ടോക്സിക്. അമോണിയ യൂറിയ ആയി കൺവേർട്ട് ചെയ്യപ്പെടും, അതിനുശേഷം യൂറിയ എലിമിനേറ്റ് ചെയ്യും. യൂറിയ ലെസ് ടോക്സിക് ആണ്. ദാറ്റ് ഈസ് എക്സ്ക്രീഷൻ ഓഫ് യൂറിയ ഈസ് കോൾഡ് യൂറിയോടെലിസം ആൻഡ് സച്ച് അനിമൽസ് ആർ കോൾഡ് യൂറിയോടെലിക് ഓർഗാനിസംസ്. നൈട്രോജനസ് വേസ്റ്റസ് യൂറിയ ആയി കൺവേർട്ട് ചെയ്താണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പ്രോസസ്സിനാണ് യൂറിയോടെലിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ യൂറിയോടെലിസം കാണിക്കുന്ന പെർഫോം ചെയ്യുന്ന ഓർഗാനിസംസിന് നമ്മൾ യൂറിയോടെലിക് ഓർഗാനിസംസ് എന്ന് പറയും. Example in the case of mammals, terrestrial amphibians, marine fishes, etc. And third type is uricotelism, excretion of uric acid. Uric acid elimination ആണ് uricotelism. Uric acid is less toxic, so it can be eliminated in the form of pellet or paste with a minimum loss of water. It is a terrestrial adaptation for the conservation of water. Uric acid less toxic ആണ്. യൂറിക് ആസിഡ് എലിമിനേറ്റ് ചെയ്യാണ് വാട്ടറിൻ്റെ ആവശ്യം അത്രയ്ക്കില്ല. അതുകൊണ്ട് യൂറിക് ആസിഡ് പെല്ലറ്റ് അല്ലെങ്കിൽ പേസ്റ്റ് ഒക്കെ ആയാണ് എലിമിനേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ബേർഡ്സിൻ്റെ ഒക്കെ എക്സ്ക്രീറ്റ എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആണ്. ഓക്കെ, ആൻഡ് യൂറിക് ആസിഡ് മിനിമം ലോസ് ഓഫ് വാട്ടറിൽ എക്സ്ക്രീറ്റ് ചെയ്യാൻ സാധിക്കും, വാട്ടറിൻ്റെ ആവശ്യം ഇല്ല. സോ ഇറ്റ് ഈസ് ഓൾസോ an adaptation for the conservation of water. Example in the case of reptiles, birds, land snails, insects, etc. Excretion of uric acid is called uricotelism and such organisms or such animals are called uricotelic organisms. Nitrogenous waste യൂറിക് ആസിഡിൻ്റെ ഫോമിലാണ് പുറത്ത് കളയുന്നതെങ്കിൽ, എക്സ്ക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ മെത്തേഡാണ് യൂറിക്കോടെലിസം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. ഇതിൽ ഫസ്റ്റ് വൺ നെഫ്രോൺസ്. സോ ഈച്ച് കിഡ്നി ഹാസ് നിയർലി 1 million ട്യൂബുലാർ നെഫ്രോൺസ്. ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ആണ് കിഡ്നിയുടെ ഫങ്ഷൻ. സോ കിഡ്നിയിൽ ഫിൽട്രേഷൻ ചെയ്യുന്നത് നെഫ്രോൺസ് പറയുന്ന സ്ട്രക്ചറാണ്. സോ ഈച്ച് കിഡ്നി ഹാസ് നിയർലി 1 million ട്യൂബുലാർ നെഫ്രോൺസ്. ഓരോ കിഡ്നിയിലും 1 million ട്യൂബുലാർ സ്ട്രക്ചറായ നെഫ്രോൺസ് ഉണ്ടാകും. ഓക്കെ, കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോൺസ്. നെഫ്രോൺസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി. സോ കിഡ്നിക്കകത്ത് ബ്ലഡ് ഫിൽട്രേഷന് സഹായിക്കുന്ന സ്ട്രക്ചറാണ് നെഫ്രോൺസ്. നെഫ്രോൺസിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് ഒബ്സർവ് ചെയ്യാം. ഇതാണ് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ. സോ നെഫ്രോണിൽ 2 പാർട്സ് കാണാം. ഗ്ലോമെറുലസ്, ആദ്യത്തെ ഭാഗം ഗ്ലോമെറുലസ്, രണ്ടാമത്തെ ഭാഗം റീനൽ ട്യൂബ്യൂൾ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഗ്ലോമെറുലസ് ഫോം ചെയ്യുന്നത്? അഫറിൻ ആർട്ടീരിയോൾ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്താണ് ഗ്ലോമെറുലസ് ആവുന്നത്. ഇതിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് മൂവ് ചെയ്യുന്നത് ഇഫറിൻ ആർട്ടീരിയോൾ വഴിയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് റിനൽ ട്യൂബ്യൂളിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ബോമൻസ് ക്യാപ്സ്യൂൾ. കപ്പ് പോലെ കാണുന്ന പാർട്ടാണ് ബോമൻസ് ക്യാപ്സ്യൂൾ. നെക്സ്റ്റ് അതൊരു ട്യൂബുലാർ സ്ട്രക്ചറിലേക്ക് ലീഡ് ചെയ്യും. ഈ ട്യൂബുലാർ സ്ട്രക്ചറിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് നോക്കാം. ആദ്യത്തെ പാർട്ട് അതാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓർ PCT എന്ന് പറയും. രണ്ടാമത് കാണുന്ന ഹെയർ പിൻ ഷേപ്പിൽ കാണുന്ന പാർട്ടാണ് ഹെൻലീസ് ലൂപ്പ്.
അതിന് ഡിസെൻഡിങ് ലിംബുണ്ട്, താഴോട്ട് പോകുന്ന ലിംബുണ്ട്. ഇതാണ് ആദ്യത്തെ ഭാഗമെങ്കിൽ ഇത് താഴോട്ട് പോകുന്ന ലിംബാണ്. ആൻഡ് അസെൻഡിങ് ലിംബുണ്ട്, മേലോട്ട് പോകുന്ന പാർട്ടുണ്ട്. ഓക്കെ, ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ലിംബ് ആർ ദേർ. അതിനുശേഷം കാണുന്ന പാർട്ടാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓർ DCT. അത് പിന്നീട് കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് ലീഡ് ചെയ്യും. നെഫ്രോണിൻ്റെ ഓരോ പാർട്ടും 1 by 1 ആയി ഒന്ന് വായിച്ചു നോക്കാം. There are two major parts in nephron, glomerulus and renal tubule. നെഫ്രോൺസിന് 2 പാർട്സ് ഉണ്ട്. ആദ്യത്തെ പാർട്ട് ഗ്ലോമെറുലസ്, രണ്ടാമത്തെ പാർട്ട് റീനൽ ട്യൂബ്യൂൾ. Glomerulus, it is a tuft of capillaries formed by the afferent arteriole. Afferent arteriole is the branch of renal artery. Bowman's capsule കാണുന്ന capillaries ആണ് glomerulus. Afferent arteriole ആണ് ബ്ലഡ് കൊണ്ടുവരുന്നത്. Afferent arteriole Bowman's capsuleനകത്ത് ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഡിവൈഡ് ചെയ്ത് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. അതിനെയാണ് ഗ്ലോമെറുലസ് എന്ന് പറയുന്നത്. The artery through which the blood enters the glomerulus is afferent arteriole. The artery from which the blood leaves the glomerulus is efferent arteriole. It is the efferent arteriole that carry blood to the glomerulus. ഗ്ലോമെറുലസിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ആർട്ടറി എഫറൻറ്റ് ആർട്ടറി ആണ്. സോ എഫറൻറ്റ് ആർട്ടീരിയോൾ ക്യാരി ബ്ലഡ് എവേ ഫ്രം ദ ഗ്ലോമെറുലസ്. ഗ്ലോമെറുലസിൽ നിന്നും പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത് ഇഫറൻറ്റ് ആർട്ടീരിയോൾ ആണ്. സെക്കൻഡ് പാർട്ട് ഓഫ് നെഫ്രോൺ ഈസ് റീനൽ ട്യൂബ്യൂൾ. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് പാർട്സ് ബോമൻസ് ക്യാപ്സ്യൂൾ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് കളക്റ്റിംഗ് ഡക്റ്റ്. സോ ബോമൻസ് ക്യാപ്സ്യൂൾ, it is a double-walled cup-like structure. Glomerulus is enclosed in Bowman's capsule. So Bowman's capsule എന്ന് പറയുന്നത് ഡബിൾ വാൾഡ് സ്ട്രക്ചറാണ്. 2 വാളുള്ള 2 ഭിത്തിയോട് കൂടിയ കപ്പ്-ലൈക്ക് സ്ട്രക്ചറാണ്. കപ്പ് പോലെ കാണുന്ന സ്ട്രക്ചറാണ് ബോമൻസ് ക്യാപ്സ്യൂൾ. ഗ്ലോമെറുലസ് ഈസ് സീൻ ഇൻസൈഡ് ബോമൻസ് ക്യാപ്സ്യൂൾ. ബോമൻസ് ക്യാപ്സ്യൂളിനകത്താണ് ഗ്ലോമെറുലസ് കാണുന്നത്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓർ PCT, the coiled portion of nephron after the Bowman's capsule is PCT. Bowman's capsuleന് ശേഷം കാണുന്ന കോയിൽഡ് ആയിട്ടുള്ള ചുറ്റിക്കിടക്കുന്ന ട്യൂബ് പോലെ കാണുന്ന സ്ട്രക്ചറാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓർ PCT. Loop of Henle, it is a hairpin shaped tubular portion of nephron. It has a descending limb and an ascending limb. hairpin പോലെ, that is U ഷേപ്പിൽ കാണുന്ന റിനൽ ട്യൂബ്യൂളിൻ്റെ പാർട്ടാണ് ലൂപ്പ് ഓഫ് ഹെൻലി. ഹെയർ പിൻ വളവ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേ. സോ അതുപോലെ ഹെയർ പിൻ ഷേപ്പിൽ കാണുന്ന അതുപോലെ അറേഞ്ച് ചെയ്തിട്ടുള്ള പാർട്ടാണ് ലൂപ്പ് ഓഫ് ഹെൻലി. സോ ലൂപ്പ് ഓഫ് ഹെൻലിക്ക് താഴോട്ട് വരുന്ന പാർട്ടുണ്ട്, മേലോട്ട് പോകുന്ന പാർട്ടുണ്ട്. സോ താഴോട്ട് വരുന്ന പാർട്ടാണ് ഡിസെൻഡിങ് ലിം, അതിൻ്റെ മേലോട്ട് പോകുന്ന പാർട്ടാണ് അസെൻഡിങ് ലിം. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓർ DCT, the highly coiled tubular portion after the Henle's loop is DCT. Henle's loop കഴിഞ്ഞതിന് ശേഷം കാണുന്ന റിനൽ ട്യൂബ്യൂളിൻ്റെ മറ്റൊരു പാർട്ടാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓർ DCT. Collecting duct, the DCTs of many nephrons opens into a straight tube called collecting duct. DCTക്ക് ശേഷം കാണുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്യൂബാണ് കളക്റ്റിംഗ് ഡക്റ്റ്. നെക്സ്റ്റ് ഈസ് Malpighian body or renal corpuscle. Glomerulus along with Bowman's capsule is called the Malpighian body or renal corpuscle. Bowman's capsuleum അതിൻ്റെ കൂടെ ഗ്ലോമെറുലസും രണ്ടിനും ഒന്നിച്ച് പറയുന്ന സ്ട്രക്ചറാണ്. അതായത് ഈ ഫിഗറിൽ കാണുന്നത് പോലുള്ള ആ ഒരു പാർട്ടിനെയാണ് റീനൽ കോർപ്പസൽ ഓർ മാൽപിജിയൻ ബോഡി എന്ന് പറയുന്നത്. പെരിട്യൂബുലാർ കാപ്പിലറീസ്. Efferent arteriole forms a network around the renal tubule. This is called peritubular capillaries. ഗ്ലോമെറുലസിൽ നിന്നും നെക്സ്റ്റ് ഇഫറൻറ്റ് ആർട്ടീരിയോൾ എമർജ് ചെയ്ത് അത് റിനൽ ട്യൂബ്യൂളിന് ചുറ്റും ഒരു നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യും. അതിനെയാണ് പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫറൻറ്റ് ആർട്ടറി ഗ്ലോമെറുലസിൽ നിന്നും പുറത്ത് വന്ന് റിനൽ ട്യൂബ്യൂളിന് ചുറ്റും ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. അതാണ് പെരിട്യൂബുലാർ കാപ്പിലറീസ്. യു ക്യാൻ സീ ഹിയർ ഗ്ലോമെറുലസ്. എഫറൻറ്റ് ആർട്ടീരിയോൾ വന്നു ഗ്ലോമെറുലസ് ആയി മാറി. നെക്സ്റ്റ് അത് പുറത്തേക്ക് പോകുന്നത് ഇഫറൻറ്റ് ആർട്ടീരിയോൾ ആയാണ്. ഇഫറൻറ്റ് ആർട്ടീരിയോൾ നെക്സ്റ്റ് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. അതിന് പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയും. വാസ റെക്റ്റ. പെരിട്യൂബുലാർ കാപ്പിലറീസ് റൺ പാരലൽ ടു ദ ഹെൻലീസ് ലൂപ്പ് ഫോമിംഗ് എ U-shaped വാസ റെക്റ്റ. പെരിട്യൂബുലാർ കാപ്പിലറീസ് ഹെൻലീസ് ലൂപ്പിന് പാരലലായി അറേഞ്ച് ചെയ്ത് കാണാം. സോ ഹെൻലീസ് ലൂപ്പിൻ്റെ ലിംബിന് പാരലലായി പെരിട്യൂബുലാർ കാപ്പിലറീസിനെ അറേഞ്ച് ചെയ്ത് കാണാം. സോ ആ ഒരു സ്ട്രക്ചറിനെയാണ് വാസ റെക്റ്റ എന്ന് പറയുന്നത്.
ഹെൻലീസ് ലൂപ്പിന് പാരലായി കാണുന്ന പെരിട്യൂബുലാർ കാപ്പിലറീസിൻ്റെ പാർട്ടിനെയാണ് വാസ റെക്റ്റ എന്ന് പറയാം. ഓക്കെ, ഹെൻലീസ് ലൂപ്പിൻ്റെ അടുത്ത് കാണുന്ന പെരിട്യൂബുലാർ കാപ്പിലറീസിൻ്റെ പാർട്ടാണ് വാസ റെക്റ്റ. ഇതാണ് കോർട്ടെക്സ് ഭാഗം, കിഡ്നീൻ്റെ കോർട്ടെക്സ് ഭാഗം, ഔട്ടർമോസ്റ്റ് ഭാഗം. ഇതാണ് കിഡ്നീൻ്റെ ഇന്നർ പാർട്ട്, മെഡുല്ല ഭാഗം. സോ നെഫ്രോൺസ് കാണുന്നത് ഇതുപോലെയാണ്. ഓക്കെ, കോർട്ടെക്സ് ആൻഡ് മെഡുല്ല റീജിയനിലായിട്ടാണ് കാണുക. സോ കോർട്ടെക്സ് ഭാഗത്ത് മാത്രമായിട്ട് കാണുന്ന നെഫ്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹെൻലീസ് ലൂപ്പ് ഷോർട്ട് ആയിരിക്കും. ഓക്കെ, മെഡുലറി റീജിയനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഹെൻലീസ് ലൂപ്പുള്ള നെഫ്രോൺസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഹെൻലീസ് ലൂപ്പ് ലോങ് ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ദർ ആർ ടു ടൈപ്സ് ഓഫ് നെഫ്രോൺസ്. ദേ ആർ കോർട്ടിക്കൽ നെഫ്രോൺസ് ആൻഡ് ജുക്സ്റ്റാ മെഡുലറി നെഫ്രോൺ. കോർട്ടിക്കൽ നെഫ്രോണിൻ്റെ ഫീച്ചേഴ്സ്: ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് വെരി ഷോർട്ട്, ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഓൺലി വെരി ലിറ്റിൽ ടു മെഡുല്ല, വാസ റെക്റ്റ ഈസ് ആബ്സെൻറ്റ് ഓർ ഹൈലി റെഡ്യൂസ്ഡ്. സോ ലൂപ്പ് ഓഫ് ഹെൻലി ഷോർട്ടാണ്, എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. കോർട്ടിക്കൽ നെഫ്രോൺസ് മെഡുല്ലൻ്റെ കുറച്ച് ഭാഗത്തേക്ക് മാത്രമാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇതിൽ വാസ റെക്റ്റ ആബ്സെൻ്റ് ആയിരിക്കും, പ്രസന്റ് ആണെങ്കിൽ തന്നെ ഹൈലി റെഡ്യൂസ്ഡ് ആയിരിക്കും. സെക്കൻഡ് ടൈപ്പ് ജുക്സ്റ്റാ മെഡുലറി നെഫ്രോൺ. ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് വെരി ലോങ്, ഇറ്റ് എക്സ്റ്റെൻഡ്സ് വെരി ഡീപ്പ് ഇൻ ടു മെഡുല്ല, വാസ റെക്റ്റ ഈസ് പ്രസന്റ്. സോ ലൂപ്പ് ഓഫ് ഹെൻലി ലോങ് ആണ്, ഡീപ്പ് ഇൻ ടു മെഡുല്ല, അതായത് മെഡുലൻ്റെ ഉൾഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും, വാസ റെക്റ്റ പ്രസന്റ് ആണ്. സോ ദീസ് ആർ ദ ടു ടൈപ്സ് ഓഫ് നെഫ്രോൺസ്, cortical nephrons and juxtamedullary nephrons. Next topic, urine formation. There are 3 steps. First one, glomerular filtration takes place in glomerulus. Glomerulusil വെച്ച് നടക്കുന്ന filtration process ആണ് glomerular filtration. That is, blood efferent arteriole കൂടെ വന്നു glomerulusil വെച്ച് filtration നടക്കും. അതിനുശേഷം ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് നെക്സ്റ്റ് ഗ്ലോമെറുലസിൽ നിന്നും പുറത്തേക്ക് മൂവ് ചെയ്യുന്നത് ഇഫറൻറ്റ് ആർട്ടീരിയോള് വഴിയാണ്. വെൻ ബ്ലഡ് ഫ്ലോസ് അണ്ടർ ഹൈ പ്രഷർ ത്രൂ ദ ഗ്ലോമെറുലാർ കാപ്പിലറീസ്, വാട്ടർ ആൻഡ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ് ഓഫ് ബ്ലഡ് ഫിൽറ്റർ ഔട്ട് ഇൻ ടു ദ ല്യൂമൻ ഓഫ് ബോമൻസ് ക്യാപ്സ്യൂൾ. എങ്ങനെയാണ് ഫിൽട്രേഷൻ നടക്കുക? ഗ്ലോമെറുലസിൽ കൂടെ ബ്ലഡ് ഹൈ പ്രഷറിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ബ്ലഡിൽ നിന്നും വാട്ടറും മറ്റ് സബ്സ്റ്റൻസസും വേസ്റ്റ് സബ്സ്റ്റൻസസും ഗ്ലോമെറുലസിൽ കാണുന്ന പോർസിലെ കൂടെ ഫിൽറ്റർ ചെയ്ത് ബോമൻസ് ക്യാപ്സ്യൂളിൽ കളക്ട് ചെയ്യും. ഓക്കെ, ഗ്ലോമെറുലസിൽ വെച്ച് ഫിൽട്രേഷൻ നടന്നു. സോ ഈ പറയുന്ന വാട്ടർ ആൻഡ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ് ഒക്കെ ഗ്ലോമെറുലസിൽ കാണുന്ന ചെറിയ പോർസിലെ കൂടെ മൂവ് ചെയ്ത് ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ കപ്പ് ലൈക്ക് പാർട്ടിൽ കളക്ട് ചെയ്യും. ഈ ബോമൻസ് ക്യാപ്സ്യൂളിൽ കളക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഓർ GFR, എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് പെർ മിനിറ്റ്. ഓരോ മിനിറ്റിലും ഫിൽട്രേഷന് ശേഷം ഫോം ചെയ്യുന്ന ഫിൽട്രേറ്റിനെയാണ് ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്ന സ്പീഡ് ഓർ റേറ്റിനെയാണ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുക, GFR. അപ്രോക്സിമേറ്റ്ലി 125 ml per minute. ഓരോ മിനിറ്റിലും 125 ml ഓഫ് ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഡെയിലി നമ്മുടെ കിഡ്നിയിൽ ഫോം ചെയ്യുന്ന യൂറിൻ എത്ര ആയിരിക്കും? 180 liters ഓഫ് യൂറിൻ ആയിരിക്കും. അൾട്രാ ഫിൽട്രേഷൻ. ബ്ലഡ് ഈസ് ഫിൽറ്റേർഡ് സോ ഫൈൻലി ദാറ്റ് ഓൾമോസ്റ്റ് ഓൾ ദ കമ്പോണൻസ് ഓഫ് പ്ലാസ്മ എക്സെപ്റ്റ് പ്രോട്ടീൻസ് ആർ ഫിൽറ്റേർഡ്. സോ ഇറ്റ് ഈസ് കോൾഡ് അൾട്രാ ഫിൽട്രേഷൻ. ബ്ലഡ് ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻസ് ഒഴികെ മറ്റുള്ള എല്ലാ കമ്പോണൻസും ഫിൽട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് അൾട്രാ ഫിൽട്രേഷൻ. ഫിൽട്രേഷന് ശേഷം ഫിൽട്രേറ്റ് ഫോം ചെയ്തു. ഫിൽട്രേറ്റ് കളക്ട് ചെയ്യുന്നത് ബോമൻസ് ക്യാപ്സ്യൂളാണ്. സോ ഗ്ലോമെറുലസ് അലോങ് വിത്ത് ബോമൻസ് ക്യാപ്സ്യൂൾ ഹെൽപ്സ് ഇൻ ഫിൽട്രേഷൻ പ്രോസസ്. സോ ഫിൽട്രേഷൻ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 layers. ഫിൽട്രേഷൻ മെംബ്രെയിൻ എന്ന് പറയുന്നത് 3 layers കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് 3 layers? Endothelium of glomerulus, basement substance, epithelium of Bowman's capsule, that is called podocyte. It contains filtration slits or slit pores. Blood filter ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പാർട്ടാണ് renal corpuscle. So which are the 3 layers of filtration membrane? Endothelium of glomerulus. Glomerulus-ന്റെ endothelium layer, basement substance ഇടയിലായി കാണുന്ന space, epithelium of Bowman's capsule, that is podocyte. ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയം, പോഡോസൈറ്റ്. ഇറ്റ് കണ്ടെയ്ൻ ഫിൽട്രേഷൻ സ്ലിറ്റ്സ് ഓർ സ്ലിറ്റ് പോഴ്സ്. ഇതിനകത്ത് ഫിൽട്രേഷൻ സ്ലിറ്റ്സ് ഓപ്പണിങ്സ് കാണാം. ഫിൽട്രേഷന് വേണ്ടിയുള്ള ഓപ്പണിങ്സ് കാണാം. ഫിൽട്രേഷന് ശേഷം ഇംപ്യൂരിറ്റീസ് കളക്ട് ചെയ്യുന്നത്
ബോമൻസ് ക്യാപ്സ്യൂളാണ്. ഫിൽട്രേഷന് ശേഷം പ്യുവർ ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് മൂവ് ചെയ്യുന്നത് ഇഫറിൻ ആർട്ടീരിയോൾ വഴിയാണ്. ഇനി ഈ ഫിൽട്രേറ്റ് നെക്സ്റ്റ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഹെൻലീസ് ലൂപ്പ്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഇതുവഴി മൂവ് ചെയ്യും. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്തു ആഫ്റ്റർ അൾട്രാ ഫിൽട്രേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് റീ അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ഇൻ റീനൽ ട്യൂബ്യൂൾസ്. റീനൽ ട്യൂബ്യൂൾസിൽ വെച്ചാണ് റീ അബ്സോർപ്ഷൻ നടക്കുക. റീ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ബോമൻസ് ക്യാപ്സ്യൂളിൽ നിന്നും ട്യൂബ്യൂൾ വഴി മൂവ് ചെയ്യുന്ന സമയത്ത് ഫിൽട്രേറ്റിലുള്ള യൂസ്ഫുൾ സബ്സ്റ്റൻസസ് നമ്മുടെ ബോഡിയിലേക്ക് കിഡ്നി സർഫസിലേക്ക് തന്നെ റീ അബ്സോർബ് ചെയ്യും. ആ പ്രോസസ്സാണ് റീ അബ്സോർപ്ഷൻ പ്രോസസ്. ഇറ്റ് സിഗ്നിഫിക്കൻസ് ഈസ് ഔട്ട് ഓഫ് 180 liters of glomerular filtrate, 90% is reabsorbed from here. So only 1.5 liters of urine is formed. So നമ്മൾ പറഞ്ഞു ഒരു ദിവസം ഫോം ചെയ്യുന്നത് 180 liters ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ്. പക്ഷെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് 1.5 liters ഓഫ് യൂറിൻ മാത്രമാണ്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ് യൂറിനായി മാറുന്നത്. ഓക്കെ, സോ ഇതിൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും 90% റീ അബ്സോർപ്ഷൻ നടക്കും. മറ്റുള്ളത് മാത്രമാണ് യൂറിനായി കൺവേർട്ട് ചെയ്യുന്നത്. സോ റീ അബ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഡെയിലി എത്ര യൂറിൻ എലിമിനേറ്റ് ചെയ്യേണ്ടി വന്നേനെ? 180 liters. എക്സാമ്പിൾ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി റീ അബ്സോർബ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം. പാസീവ് ട്രാൻസ്പോർട്ട് വഴി റീ അബ്സോർബ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് നൈട്രോജനസ് വേസ്റ്റസ് ആൻഡ് വാട്ടർ. സോ റീ അബ്സോർപ്ഷന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലായില്ലേ? തേർഡ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ സെക്രീഷൻ ടേക്സ് പ്ലേസ് ഇൻ റീനൽ ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂൾസിൽ വെച്ച് നടക്കുന്ന തേർഡ് സ്റ്റെപ്പ് ആണ് സെക്രീഷൻ. സെക്രീഷൻ ഫ്രം ദ സെൽസ് ടു ദ ഫിൽട്രേറ്റ്. സോ നമ്മുടെ കിഡ്നി സർഫസ് അല്ലെങ്കിൽ സെൽസിൽ അൺവാണ്ടഡ് സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് റീനൽ ട്യൂബ്യൂളിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സെക്രീഷൻ. വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഓർ ഫംഗ്ഷൻ? ടു മെയിൻറ്റെയിൻ അയോണിക് ആൻഡ് ആസിഡ് ബേസ് ബാലൻസ് ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സ്. സോ സെക്രീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസിന് എക്സാമ്പിളാണ് H+, K+, എമോണിയ എക്സെട്ര. പ്ലസിൽ വെച്ച് അൾട്രാ ഫിൽട്രേഷൻ നടക്കും. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്യും. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കളക്ട് ചെയ്യുന്നത് ബോമൻസ് ക്യാപ്സ്യൂളാണ്. ദാറ്റ് ഈസ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് നെക്സ്റ്റ് റീനൽ ട്യൂബ്യൂൾ വഴി മൂവ് ചെയ്യും. സോ റീനൽ ട്യൂബ്യൂളിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലെ കൂടെ മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്, അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് എക്സെട്ര. ഈ സമയത്താണ് റീ അബ്സോർപ്ഷൻ നടക്കുക. അതായത് റീനൽ ട്യൂബ്യൂളിൽ നിന്നും സെൽസിലേക്ക് സബ്സ്റ്റൻസസ് മൂവ് ചെയ്യും. ആൻഡ് സെക്രീഷൻ ഓൾസോ ടേക്സ് പ്ലേസ്. സെൽസിൽ നിന്നും സബ്സ്റ്റൻസസ് റീനൽ ട്യൂബ്യൂളിലേക്ക് മൂവ് ചെയ്യും. അതിനുശേഷം ഫൈനലി യൂറിൻ ഫോം ചെയ്യും. യൂറിൻ നെക്സ്റ്റ് കളക്ട് ചെയ്യുന്നത് കളക്റ്റിംഗ് ഡക്റ്റ് ആണ്. ഇങ്ങനെയാണ് യൂറിൻ ഫോർമേഷൻ നടക്കുക. സോ ദാറ്റ് ഈസ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷന് ശേഷം യൂറിനായി മാറി. ഇസ്n't it? Now observe this figure. ഈ ഫിഗർ ഒബ്സർവ് ചെയ്താൽ യു ക്യാൻ സി ഹിയർ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇതിൽ പുറത്തേക്ക് ആരോ മാർക്ക് കാണാം അല്ലേ? റീനൽ ട്യൂബ്യൂളിൽ നിന്നും പുറത്തേക്ക്, അതായത് റീ അബ്സോർപ്ഷനാണ് സൂചിപ്പിക്കുന്നത്. ഇനി സെൽസിൽ നിന്നും റീനൽ ട്യൂബ്യൂളിലേക്ക് കാണുന്ന ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് എന്താണ്? സെക്രീഷനാണ്. ഓക്കെ, സോ ഈ ഒരു ഫിഗർ നോക്കി ഏതൊക്കെ സബ്സ്റ്റൻസസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, റീ അബ്സോർബ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും. Next topic, regulation of kidney function. First one, regulation by ADH or antidiuretic hormone or vasopressin which is produced by hypothalamus. So ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് regulation of kidney function with the help of ADH. ADH means antidiuretic hormone. മറ്റൊരു പേരാണ് vasopressin. ADHന്റെ ഫംഗ്ഷൻ റീ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആണ്. കിഡ്നിയിൽ നിന്നും വാട്ടർ റീ അബ്സോർബ് ചെയ്യുക, അതാണ് ADHന്റെ ഫംഗ്ഷൻ. നമ്മുടെ ബോഡിയിൽ നോർമൽ ബോഡി ഫ്ലൂയിഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ADH സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. സോ നോർമൽ ബോഡി ഫ്ലൂയിഡ് ലെവൽ, വാട്ട് ഹാപ്പൻസ് ഇഫ് ബോഡി ഫ്ലൂയിഡ് ലെവൽ ഡിക്രീസസ്? ബോഡി ഫ്ലൂയിഡ് ലെവൽ കുറഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ ബോഡി ഫ്ലൂയിഡ് ലെവൽ കുറഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഓസ്മോ റിസെപ്റ്റേഴ്സ് ആർ ആക്ടിവേറ്റഡ്. അത് കാരണം ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റഡ് ആകും. ഇൻക്രീസ് ഇൻ ADH പ്രൊഡക്ഷൻ, ADH പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ആസ് എ റിസൾട്ട് ഇൻക്രീസ് ഇൻ വാട്ടർ റീ അബ്സോർപ്ഷൻ. ADH പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്താൽ വാട്ടർ റീ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും. സോ കിഡ്നിയിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് വാട്ടർ റീ അബ്സോർബ് ചെയ്യപ്പെടും. കിഡ്നിയിലുള്ള എമൗണ്ട് ഓഫ് വാട്ടർ കുറഞ്ഞു അല്ലേ? സോ ദാറ്റ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ യൂറിൻ പ്രൊഡക്ഷൻ. സോ വാട്ടർ ലെവൽ ബിക്കംസ് നോർമൽ ഇൻ അവർ ബോഡി.
സോ എ ഡി എച്ച് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടറിനെ സഹായിക്കുന്നു. അതേപോലെ ബ്ലഡ് വെസൽ കൺസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ബ്ലഡ് വെസൽ കൺസ്ട്രിക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അത് കാരണം ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ ആൻഡ് GFR ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് കേസ് നോർമൽ ബോഡി ഫ്ലൂയിഡ് ലെവൽ. ഇഫ് ബോഡി ഫ്ലൂയിഡ് ലെവൽ ഇൻക്രീസസ്, ബോഡി ഫ്ലൂയിഡ് ലെവൽ ഇൻക്രീസ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? ഓസ്മോ റിസെപ്റ്റേഴ്സ് സ്വിച്ച്ഡ് ഓഫ് ആൻഡ് ഡിക്രീസ് ഇൻ ADH പ്രൊഡക്ഷൻ. ADH പ്രൊഡക്ഷൻ കുറയും. ഡിക്രീസ് ഇൻ വാട്ടർ റീഅബ്സോർപ്ഷൻ, വാട്ടർ റീഅബ്സോർപ്ഷനും കുറയും. സോ കിഡ്നിയിലുള്ള വാട്ടർ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യും. ആസ് എ റിസൾട്ട് വാട്ട് ഈസ് ഇൻക്രീസ്ഡ്? യൂറിൻ ഇൻക്രീസ് ചെയ്യും. ADH or vasopressin helps in regulating body fluid level. And second type of regulation method is regulation by JGA, juxtaglomerular apparatus, otherwise called renin-angiotensin mechanism. It is a built-in mechanism for regulation. JGA is formed by modifications in DCT and afferent arteriole at the location of their contact. കിഡ്നിക്കകത്ത് തന്നെ ഫോം ചെയ്യുന്ന മെക്കാനിസം ആയതുകൊണ്ടാണ് ബിൽട്ട് ഇൻ മെക്കാനിസം എന്ന് പറയുന്നത്. JGA ഫോം ചെയ്യുന്നത് DCT ആൻഡ് അഫറന്റ് ആർട്ടീരിയോളിൽ ചില മോഡിഫിക്കേഷൻസ് കാരണമാണ്. ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ ഓർ ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ ഓർ GFR ഡിക്രീസ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? JGA പ്രൊഡ്യൂസസ് റെനിൻ. റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി കൺവേർട്ട് ചെയ്യും. റെനിൻ എഗെയിൻ കൺവേർട്ട് ആൻജിയോടെൻസിൻ 1 ടു ആൻജിയോടെൻസിൻ 2. ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നത് വാസോ കൺസ്ട്രിക്ടർ ആണ്. ദാറ്റ് മീൻസ് ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ്. ആൻജിയോടെൻസിൻ 2 2 ടൈപ്പിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഡയറക്ട്ലി ഇൻക്രീസസ് ദ ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ ആൻഡ് GFR. സോ GFR ആൻഡ് ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ആക്ടിവേറ്റ് അഡ്രീനൽ കോർട്ടെക്സ്. അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്യും. അത് കാരണം അഡ്രീനൽ ഗ്ലാൻഡ് ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യും. ആൽഡോസ്റ്റിറോൺ വാട്ടർ ആൻഡ് സോഡിയം റീഅബ്സോർപ്ഷന് സഹായിക്കും. അത് കാരണം BP ആൻഡ് GFR ഇൻക്രീസ് ചെയ്യും. കിഡ്നീൻ്റെ സർഫസിൽ കാണുന്ന ഗ്ലാൻഡാണ് അഡ്രീനൽ ഗ്ലാൻഡ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ആൻജിയോടെൻസിൻ റെനിൻ മെക്കാനിസം ഹെൽപ്സ് ടു ഇൻക്രീസ് ബ്ലഡ് പ്രഷർ ആൻഡ് GFR. ആൻഡ് നെക്സ്റ്റ് വൺ റെഗുലേഷൻ ബൈ ANF. ANF മീൻസ് ആർട്ടറിയൽ നാട്രിയൂറേറ്റിക് ഫാക്ടർ. ബ്ലഡ് ഫ്ലോ ടു ദ ആർട്ടറി ഓഫ് ഹാർട്ട് ഇൻക്രീസസ്. ഹാർട്ടിൻ്റെ ആർട്ടറിയത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്താൽ ആർട്ടറിയം ANF റിലീസ് ചെയ്യും. ANF വാസോ ഡയലേഷന് കാരണമാവും. വാസോ ഡയലേഷൻ മീൻസ് ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യാൻ കാരണമാവും. അത് കാരണം ബ്ലഡ് ഫ്ലോ ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ദിസ് മെക്കാനിസം ഇസ് എ ചെക്ക് ഓൺ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. ദാറ്റ് മീൻസ് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തിൽ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതാണ്. സോ അതിനെ ബാലൻസ് ചെയ്ത് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന മെക്കാനിസമാണ് റെഗുലേഷൻ ബൈ ANF. So these are the 3 regulation methods. Disorders of the excretory system. First one, uremia. Reason, accumulation of urea in blood. It may lead to kidney failure. യൂറിയ ആണ് നമ്മൾ സാധാരണയായി എലിമിനേറ്റ് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽ. സോ യൂറിയ എലിമിനേറ്റ് ആവാതെ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്താൽ അത് കാരണം കിഡ്നി ഫെയിലിയർ വരാം. ആൻഡ് ദിസ് കണ്ടീഷൻ ഇസ് കോൾഡ് യൂറീമിയ. റെമഡി ഹീമോഡയാലിസിസ് ആണ്. ഡയാലിസിസ് ആണ് റെമഡി.